പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് പരിശീലനം, വിശ്വാസ പരിശീലനം. നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ പരിശീലനമുണ്ടല്ലോ, സ്കൂൾ വിദ്യാഭ്യാസം, അതുപോലെ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ. നമ്മൾ അനുഭവത്തിലൂടെ മാതാപിതാക്കളിൽ നിന്ന്, നമ്മൾ ജോലി ചെയ്യുമ്പോൾ സഹപ്രവർത്തകരിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസ പരിശീലനം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമുക്കത് ലഭിച്ചിട്ടുണ്ട്, നമ്മൾ നന്നായിട്ടത് തുടങ്ങിയതാണ്. മാമോദീസ, കുമ്പസാരം, കുർബാന, സ്ഥൈര്യലേപനം, വിശുദ്ധ വിവാഹം. പക്ഷെ പരിശീലനം പലരും തുടരുന്നില്ല. കോൺസ്റ്റൻറ്റ് ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്, അത് മാതാവ് അങ്ങനെയാണ്, കോൺസ്റ്റൻറ്റ് ഫോളോവർ ഓഫ് ദ ക്രൈസ്റ്റ്. ഇപ്പോൾ ആദ്യ കുർബാനയ്ക്ക് സ്കാഫൊക്കെ ധരിച്ച് പള്ളി വന്ന് മക്കളിപ്പോൾ സ്കാഫില്ല. ഇപ്പോൾ കോൺസ്റ്റൻറ്റ്, ആർ യു കോൺസ്റ്റൻറ്റ് ഫോളോവർ ഓഫ് ദ ക്രൈസ്റ്റ്? നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഓരോ കൂതാശകൾ, സ്ഥൈര്യലേപനം, വിവാഹം. വിവാഹത്തിനാരെങ്കിലും ഷോർട്സ് ധരിച്ച് പള്ളി പോവും, വിവാഹ അർത്ഥികൾ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഷോർട്സ് ധരിച്ച് പള്ളി വരുന്നു. അതായത് ഇതൊരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ആർ യു കോൺസ്റ്റൻറ്റ് ഫോളോവർ ഓഫ് ദ ക്രൈസ്റ്റ്? നമ്മൾ വിശ്വാസ പരിശീലനത്തിൽ സ്ഥിരമായി നിൽക്കണം. അതാണ് ഈശോ നമുക്ക് കാണിച്ചു തരുന്നത്. അത് നമ്മളെ പലതരത്തിൽ നിന്നും പല അപകടം രക്ഷിക്കും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്പിരിച്വൽ ഗ്രിപ്സ്, പിടിവള്ളികൾ, അതിട്ട് കളഞ്ഞാൽ പിന്നെ നമ്മൾ വീണു പോകും. നമുക്കതുകൊണ്ട് ഈ 1 മണിക്കൂർ സമയം പോലും ഒരു പരിശീലനമാണ്. ഭയഭക്തി ആദരവോടെ സ്കാഫൊക്കെ തലയിൽ ഇട്ട് കരങ്ങളൊക്കെ കൂപ്പി ഭക്തിയോടുകൂടെ നമുക്ക് ബലിയർപ്പിക്കാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ.
കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങേ പുത്രൻ വഴി സർവജനതകൾക്കും വേണ്ടിയുള്ള അങ്ങ് നിത്യതയുടെ പ്രകാശം ഉദിപ്പിച്ച ദൈവമേ, അങ്ങേ ജനം അവിടുത്തെ പ്രഭാവത്താൽ നിത്യമഹത്വത്തിൽ എത്തിച്ചേരാൻ അവരുടെ രക്ഷകന്റെ പൂർണ്ണപ്രഭ തിരിച്ചറിയുന്നതിനിടയാക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. യേശുവാണ് ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിൻ്റെ പുത്രനാണ്. പിതാവിനെ സ്നേഹിക്കുന്നവൻ അവൻ്റെ പുത്രനെയും സ്നേഹിക്കുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ സ്നേഹിക്കുന്നുവെന്ന് നാം അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്ന് അർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല, എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. ദൈവവചനമാണ് നാം കേട്ടത്. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, എല്ലാ ജനതകളും അങ്ങയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. കർത്താവെ, എല്ലാ ജനതകളും അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. ദൈവമേ, രാജാവിന് അങ്ങയുടെ നീതിബോധവും രാജകുമാരന് അങ്ങയുടെ ധർമ്മനിഷ്ഠയും നൽകണമേ. അവൻ അങ്ങയുടെ ജനത്തെ ധർമ്മനിഷ്ഠയോടും അങ്ങയുടെ ദരിദ്രനീതിയോടും കൂടെ ഭരിക്കട്ടെ. കർത്താവെ, എല്ലാ ജനതകളും അങ്ങയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. കർത്താവെ, എല്ലാ ജനതകളും അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. പീഡനത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും അവരുടെ ജീവൻ അവൻ വീണ്ടെടുക്കും. അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും. അവന് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥന ഉയരട്ടെ. അവൻ്റെ മേൽ അനുഗ്രഹമുണ്ടാകട്ടെ. കർത്താവെ, എല്ലാ ജനതകളും അങ്ങയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. കർത്താവെ, എല്ലാ ജനതകളും അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. അവൻ്റെ നാമം നിത്യം നിലനിൽക്കട്ടെ. സൂര്യനുള്ളിടത്തോളം കാലം അവൻ്റെ കീർത്തി നിലനിൽക്കട്ടെ. അവനെ പോലെ അനുഗ്രഹീതരാകട്ടെ എന്ന് ജനം പരസ്പരം ആശംസിക്കട്ടെ. ജനതകൾ അവനെ അനുഗ്രഹീതനെന്ന് വിളിക്കട്ടെ. കർത്താവെ, എല്ലാ ജനതകളും അങ്ങയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. കർത്താവെ, എല്ലാ ജനതകളും അങ്ങയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാനും ബന്ധിതർക്ക് മോചനം നൽകാനും കർത്താവെന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേയും ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത്
യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലിലേക്ക് മടങ്ങിപ്പോയി. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. എല്ലാവരും അവനെ പുകഴ്ത്തി. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷമറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകന് ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവന് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ക്രിസ്തീയ വിശ്വാസ പരിശീലനം. ജീവൻ തന്നെ ഒരു പരിശീലനമാണ്. നമുക്ക് ഏത് കാര്യത്തിലായാലും ഏറ്റക്കുറച്ചിലുകൾ സ്വാഭാവികമാണ്. ഇപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കുറേയൊക്കെ പ്രാർത്ഥിക്കും, പിന്നെ കുറേ നാൾ പ്രാർത്ഥിക്കില്ല. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകളോടുള്ള ബന്ധം കുറേയൊക്കെ നമ്മൾ നന്നായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും, പിന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണമെന്നില്ല. നമുക്കത് നമ്മുടേതായിട്ടുള്ള എക്സ്ക്യൂസൊക്കെ കാണാം. ചിലപ്പോൾ ജീവിത പങ്കാളിയോടുള്ള സ്നേഹം, കുറച്ച് നല്ല സ്നേഹമൊക്കെ ഉണ്ടാവും, പിറ്റേ ദിവസം ചിലപ്പോൾ സ്നേഹം ഉണ്ടാകണമെന്നില്ല. അതുപോലെ മക്കൾക്ക് പഠനം, ഇന്ന് നന്നായിട്ട് പഠിക്കും, നാളെ പഠിക്കാൻ പറ്റണമെന്നില്ല. അതുപോലെ പെർഫോമൻസ് ലെവൽ ചിലപ്പോൾ എപ്പോഴും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ഇത് സ്വാഭാവികമാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധം അത് ചിലപ്പോൾ നമുക്ക് ഇന്ന് ഉറക്കെ പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ പറ്റണമെന്നുണ്ടായില്ല. ചിലപ്പോൾ കുടുംബപ്രാർത്ഥന ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ സമയം നമുക്ക് ചെയ്യാൻ സാധിക്കണമെന്നില്ല ചിലപ്പോഴൊക്കെ, ചില അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ. പക്ഷെ നമുക്ക് കിടക്കുന്നതിന് മുൻപാണെങ്കിലും അല്ലെങ്കിൽ വയ്യാണ്ട് കിടക്കുകയാണെങ്കിലും നമുക്ക് ആ കിടക്കപ്പായ കിടന്ന് എൻ്റെ ദൈവമേ എന്നൊക്കെ വിളിക്കാൻ നമുക്ക് സാധിക്കും. ദൈവമായിട്ടുള്ള ബന്ധം ഒരു കോൺസ്റ്റൻ്റായിട്ടത് നിലനിർത്തേണ്ടത് നമ്മുടെ കാര്യമാണ്. ക്രിസ്ത്യൻ ഫോർമേഷൻ നമ്മളത് റൂട്ട് ലെവലിൽ അത് പലരും ചെയ്തിട്ടില്ല, റൂട്ടിലേക്ക് എത്തിയിട്ടില്ല. പെരിഫറലായിട്ടാണ് പലരും ഇതുവരെ വിശ്വാസ ജീവിത പരിശീലനമൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പം നമ്മൾ പള്ളി പോകുന്നതും പ്രാർത്ഥിക്കുന്നതും അതൊക്കെ കുറച്ച് പുറമേ മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ഉള്ളിലേക്ക് കയറുമ്പോൾ ആത്മീയത ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റണമെന്നില്ല. നമുക്ക് തന്നെ ചിലപ്പോൾ ചില വിഷമഘട്ടങ്ങളിലൊക്കെ നമ്മൾ പരാതിപ്പെടുന്നത്, പെറുപെറുക്കുന്നത്, മരിക്കണമെന്ന് വിചാരിക്കുന്നത്, ജീവിതം മടുത്തുവെന്ന് വിചാരിക്കുന്നത് ഒക്കെ. അപ്പോൾ ചിലപ്പോൾ അത് സ്വാഭാവികമാണ് അങ്ങനെ വരിക. പക്ഷെ നമ്മൾ റൂട്ട് ലെവലിലേക്ക് അത് കൊണ്ടുപോകണം. നമ്മൾ ഈശോയിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം അതാണ്. ഈശോയ്ക്ക് റൂട്ട് ലെവലിൽ ആ ഒരു ദൈവമായിട്ടുള്ളൊരു ബന്ധം ഉണ്ട്. അത് നമ്മുടെ വചനങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈശോയെക്കുറിച്ച് പറയുന്ന വചനം ലൂക്ക 2:52, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ജ്ഞാനത്തിലും പ്രായത്തിലും, അറിവ് വയ്ക്കുമ്പോഴും പ്രായം വയ്ക്കുമ്പോഴും ആ വളർച്ചയ്ക്ക് ഒരു കോട്ടം സംഭവിച്ചിട്ടില്ല. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതി അതിൽ വളർന്നു വന്നു. അപ്പോൾ അതിന് മുൻപുള്ള ചില സംഭവങ്ങളുണ്ട്. ഈശോയെ കാണാതെ പോകുന്ന സംഭവം. ഇന്ന് സിനഗോഗിൽ ഈശോയെ ജനങ്ങളെല്ലാം പുകഴ്ത്തി എന്നാണ് പറയുക. ജനങ്ങളെല്ലാം പുകഴ്ത്തി. അത് ലൂക്കയുടെ സുവിശേഷം 4-ാം അധ്യായമാണ്. അവർ അവനെ പുകഴ്ത്തി. അത് ലൂക്ക 4:15. അവൻ അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു, എല്ലാവരും അവനെ പുകഴ്ത്തി. ഇത് 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. ലൂക്ക 1:46.
അവൻ ഉപാധ്യായന്മാരുടെ ഇടയിൽ നിന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. ലൂക്ക 2:47. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അതാണ് ഇത് ഈ ഇങ്ങനെ വളർന്ന് വലുതായി സിനഗോഗിൽ പ്രവേശിച്ച് ആ ഒരു സമയമെത്തുമ്പോഴും ജനങ്ങൾ ഈശോയെ പുകഴ്ത്തുകയാണ്, ഈശോയിൽ അത്ഭുതപ്പെടുകയാണ്. ഇത് ഇങ്ങനെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ആ പുകഴ്ത്തലും അത്ഭുതപ്പെടലും വലുതായപ്പോഴും ഉണ്ട്. അപ്പം ഈശോയുടെ ഒരു കോൺസ്റ്റന്റ് ഫോർമേഷൻ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലൂക്ക 2:49, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുക, പ്രാർത്ഥിക്കുക, പിതാവുമായിട്ടൊരു ബന്ധമുണ്ടാകുക, ദൈവമായിട്ടൊരു ബന്ധമുണ്ടാകുക, അത് ഈശോ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുക, പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റുന്നു. പതിവ് പോലെ, വല്ലപ്പോഴും ചെയ്തിരുന്ന കാര്യമല്ല, പതിവ് പോലെ. അപ്പം ഇത് ഈശോയെ 30 വയസ്സ് വരെ നമുക്കറിയില്ല, 12-ാം വയസ്സ് വരെ നമുക്കറിയാം, പിന്നെ അത് കഴിഞ്ഞിട്ട് 30-ാം വയസ്സ് വരെ നമുക്കറിയില്ല. അപ്പം അങ്ങനെ ഈശോയെ വളർത്തിയത് പരിശുദ്ധ കന്യകാമറിയവും യോസേപ്പിതാവും ചേർന്നല്ലേ. അപ്പം പരിശുദ്ധ കന്യകാമറിയ 3-ാം വയസ്സിൽ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടവളാണ്. അങ്ങനെ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട് വചനം പഠിച്ച് അങ്ങനെ വളർന്നു വന്നതുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതൻ വന്നപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ചപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിച്ചത്. അല്ലെങ്കിൽ അവിടെ ഒരു പരിങ്ങലുണ്ടായിരുന്നേ. പെട്ടെന്ന് പൊടുന്നതിന് ഒരു കാര്യം വരുമ്പോൾ ആരായാലും പകച്ചു പോവും, നമ്മൾ വിഷമിച്ചു പോകും ചിലപ്പോൾ. ഇങ്ങനെ ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് കേൾക്കുമ്പോൾ അപ്പോൾ ഒരു കോൺസ്റ്റന്റ് റിലേഷൻഷിപ്പ് ദൈവത്തോടുണ്ടായിരുന്നത് കൊണ്ടല്ലേ അതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും വിവേചിച്ചറിയാനും മറിയത്തിന് സാധിച്ചത്. അപ്പം മറിയമാണ് കോൺസ്റ്റന്റ് ഫോളോവർ ഓഫ് ദ ക്രൈസ്റ്റ്. അപ്പം കോൺസ്റ്റന്റ് ആയിട്ട് ദൈവത്തെ ഫോളോ ചെയ്തത്. അപ്പം അങ്ങനെ മറിയത്തിൻ്റെ പരിശീലനത്തിൽ വളർന്നതുകൊണ്ട് ഈശോയ്ക്കും അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു അവയർനെസ്, ദൈവാവബോധം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നമുക്കതിനുള്ള വഴിയുണ്ട്. നമ്മൾ പലപ്പോഴും ഇപ്പോൾ തീർത്ഥാടനത്തിന് വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടണം. അപ്പം അതിന് നമ്മൾ ചില കുറുക്ക് വഴികൾ ചെയ്യും. കുറുക്ക് വഴികളാണ് ഇങ്ങനെ ചരട് കെട്ടുക, അത് ദുരാചാരമാണ്. ചിലപ്പോൾ നല്ല ആചാരങ്ങളെന്ന് വിചാരിക്കുന്ന ഇങ്ങനെ ആൾരൂപങ്ങൾക്ക് കൊണ്ട് നേർച്ചപ്പെട്ടിടുക. നമ്മളിങ്ങനെ പെരിഫറലായിട്ട് പോവുകയാണ്. പെരിഫറൽ. ചിലർ പോയി തലമുടി വടിക്കും. കഴിഞ്ഞ ദിവസം ഒരു ടീം തലമുടി വടിച്ചു. അപ്പോൾ അവർ ആദ്യമായിട്ട് വരിക, എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. അപ്പോൾ പുറത്ത് അങ്ങനെ കണ്ടു, അത് പോയി വടിച്ചു. 10-600 രൂപ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. തലമുടി വടിച്ചാൽ ഈശോയുമായിട്ട് ബന്ധം ഉണ്ടാകണമെന്നില്ല. തലമുടി വടിച്ചവരോട് ചോദിച്ചു നോക്ക്, എന്തെങ്കിലും പ്രത്യേക മാറ്റം ഉണ്ടായോ? അടിമുടി മാറ്റം ഉണ്ടായോ? ദൈവമായിട്ട് ബന്ധം ഉണ്ടായോ? ഒരു പടി കൂടി ഈശോയോട് വളരാൻ സാധിച്ചോ? ഇല്ല. ആൾരൂപം കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ആചാരങ്ങളിൽ മാത്രം പെട്ടുകിടക്കുന്ന അവരോട് ചോദിച്ചു നോക്കുക, ഈശോയോട് ബന്ധം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. അതാണ്. അപ്പം യഥാർത്ഥത്തിൽ ഈശോയായിട്ട് പെരിഫറൽ ലെവലിലുള്ള ആ ഒരു സംഭവം അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് അങ്ങനെ വളരാൻ നമ്മളെ സഹായിക്കുന്ന 3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, സാക്രമെൻ്റൽ ഫോർമേഷൻ, അതായത് കൗദാശിക ജീവിതം. കൗദാശിക ജീവിതം കൂടെ കുമ്പസാരിക്കുക, കൂടെ കുർബാനയിൽ പങ്കുചേരുക, കൂടെ കുർബാന സ്വീകരിക്കുക. ഇത് കൗദാശിക ജീവിതമാണ്. ഇത് നമ്മളൊന്ന് നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞൊന്ന് ഓർത്ത് വയ്ക്കുക. നിങ്ങൾ ചെയ്യുന്നുണ്ടോ? കൂടെ കുമ്പസാരിക്കുന്നുണ്ടോ? കൂടെ കുർബാനയിൽ പങ്കുചേരുന്നുണ്ടോ? കൂടെ കുർബാന സ്വീകരിക്കുന്നുണ്ടോ? കോൺസ്റ്റന്റ് ആയിട്ട് സാക്രമെന്റൽ ഫോർമേഷൻ ഉണ്ടോ? ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ഫോർമേഷൻ ഈശോ പോലും കാണിച്ചു തരുന്നത് പതിവ് പോലെ വചനമെടുത്ത് വായിച്ചു. അവന് യെശയ്യാ പ്രവാചന പുസ്തകം നൽകപ്പെട്ടു. ഈശോ പതിവ് പോലെ ചെയ്തിരുന്നൊരു കാര്യം വചന വായന, വചനാധിഷ്ഠിത ജീവിതം. വചനാധിഷ്ഠിത ജീവിതം എന്ന് പറയുമ്പോൾ 4 കാര്യങ്ങൾ അതിൽ വരും. വചനം വെച്ച് പ്രാർത്ഥിക്കുക, വചനം വായിക്കുക, വചനം പഠിക്കുക. ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും വചനം അറിയാവോ? ഒന്നും പോട്ടെ, ലൂക്ക 2:52 അറിയാവോ? യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. അറിയാവോ? കൂടെയുള്ള കൊച്ചു മക്കൾക്ക് അത് പഠിപ്പിച്ചോ? അവരുടെ മുടി വടിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ തത്രപ്പാട് പെടുമ്പോൾ അവർക്കൊരു വചനം, ഈശോയായിട്ടൊരു ബന്ധമുണ്ടാക്കുന്നൊരു വചനം പഠിപ്പിച്ചോ? കൽപ്പനകൾ പാലിച്ചോ?
കൽപ്പനകൾ പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായമാണ് കൽപ്പനകൾ. അപ്പോൾ ബൈബിള് തന്നെയാണ്. അപ്പോൾ വചനാധിഷ്ഠിത ജീവിതം. ഇനി പ്രാർത്ഥനാ ജീവിതം. അപ്പോൾ കൗദാശിക ജീവിതം, വചനാധിഷ്ഠിത ജീവിതം, പ്രാർത്ഥനാ ജീവിതം. പ്രാർത്ഥനാ ജീവിതത്തിൽ 2 കാര്യങ്ങൾ വരും. വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന എന്തുകൊണ്ടൊക്കെ പെട്ടെന്നൊക്കെ ചൊല്ലി തീർത്തിട്ട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നവരാണോ? ദൈവമായിട്ട് ബന്ധം ഉണ്ടായോ പ്രാർത്ഥനയിലൂടെ? കുടുംബ പ്രാർത്ഥനയിൽ ഒരു കാര്യം എന്തായാലും സംഭവിക്കും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്തൊക്കെ ഇങ്ങനെ ഉരുവിടുന്നത് കൊണ്ട്, ആ ദൈവനാമം ഉരുവിടുന്നത് കൊണ്ട് ദൈവനാമം വീട്ടിനുള്ളിൽ നിറയും. അത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ദൈവമായിട്ട് ബന്ധം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ പ്രാർത്ഥനാ ജീവിതം ഉണ്ടോ? കോൺസ്റ്റന്റ് അവയർനെസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, അത് നമുക്കുണ്ടാകണം. ഈ ബൈബിളിൽ ആർക്കൊക്കെ ദൈവമായിട്ടുള്ള ഒരു സാന്നിധ്യ അവബോധം ഉണ്ടായിട്ടുണ്ടോ അവരൊക്കെ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്, വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്, അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പം അപ്പോൾ ഇന്നത്തെ സുവിശേഷം നമ്മളത് 22-ാമത്തെ വാക്യത്തിലാണ് തീരുക. എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ ജോസഫിൻ്റെ മകനല്ലേ എന്നവർ ചോദിച്ചു. പിന്നീട് 23-ാമത്തെ വാക്യം മുതൽ ഈശോ ചില കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു. 1-ാമത്തെ കാര്യം പറഞ്ഞത്, അതായത് വൈദ്യ നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട്, തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനാമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്ത് ചെയ്യുക എന്ന് പറയും. നമ്മളും പറഞ്ഞ പോലെ, എനിക്ക് ഇന്നത് സാധിച്ചു തന്നാൽ ഞാൻ പള്ളി വരാം, ഇന്നത് സാധിച്ചു തന്നാൽ ഞാൻ മുട്ടിന് നിരങ്ങാം, പക്ഷെ എനിക്കത് സാധിച്ചു തരണം. നമ്മളങ്ങനെ പറയും. ദൈവമായിട്ടൊരു ബന്ധമില്ലെങ്കിലും നമ്മളങ്ങനെ പറയും. മറിയം അങ്ങനെ പറഞ്ഞില്ല. കോൺസ്റ്റന്റ് റിലേഷൻഷിപ്പുള്ള മറിയം പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്നെ നിറവേറ്റം. നീ പറഞ്ഞോ, ഞാൻ എന്തും ചെയ്തോളാം. അതെന്നെ ഈശോ പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോയിട്ട് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങനെ ഇഷ്ടം നിറവേറ്റി. ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് റിലേഷൻഷിപ്പുള്ളവരും ദൈവമായിട്ട്, ദൈവമേ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കും. അങ്ങനെ വീണ്ടും ഈശോ ചില കാര്യങ്ങൾ, അത് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലുള്ളതല്ല, തുടർന്നുള്ള ഭാഗങ്ങളിൽ ഉള്ള കാര്യങ്ങളാണ്. ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാവർക്കും അത് അനുഗ്രഹം ഉണ്ടായിട്ടില്ല. അതുപോലെ നാമാന്റെ കാര്യം പറയും. നാമാൻ സീദോനിലെ സരപ്തായിലെ വിധവ മാത്രമേ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളൂ. അതുപോലെ എലീഷ പ്രവാചകന്റെ കാലത്ത് നാമാൻ, കുഷ്ഠരോഗിയായ നാമാൻ മാത്രമേ സുഖപ്പെട്ടിട്ടുള്ളൂ. അപ്പം ആർക്കൊക്കെ ഒരു വിധേയത്വം, അവയർനെസ് ഉണ്ടായിട്ടുണ്ടോ അവർക്ക് അനുഗ്രഹം ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഇത് കേട്ടപ്പോൾ സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. കുറച്ചു മുമ്പ് പുകഴ്ത്തിപ്പറഞ്ഞ ആളുകൾ തന്നെ അവർ കോപാകുലരായി. അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനെ കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. ഈ ഭാഗമുണ്ടല്ലോ, ഇന്നത്തെ സുവിശേഷവും ഇപ്പം ഞാൻ പറഞ്ഞ വാക്യങ്ങൾ, അതിനു മുൻപ് ഈശോ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടുകയാണ്, സാത്താനാൽ പരീക്ഷിക്കപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പം ആത്മാവിൽ നിറഞ്ഞ ജീവൻ നയിക്കുന്ന ഈശോയ്ക്കുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് പിശാചിന്റെ പരീക്ഷണം. ഇപ്പോൾ മലയിൽ നിന്ന് തള്ളിയിടാൻ നോക്കുന്നു. അടുത്തത് പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്ന കാര്യമാണ്. പിന്നീട് വരുന്ന ഭാഗം, യേശു പത്രോസിന്റെ വീട്ടിലെത്തി പത്രോസിന്റെ അമ്മായിയമ്മയുടെ പനിയെ ശാസിച്ചു. ഒരു പിശാചിനോട് പോ എന്ന് പറയുന്നത് പോലെ, പനിയെ വിട്ടുപോകൂ എന്ന് പറയുന്നത് പോലെ പനിയെ ശാസിക്കുകയാണ്. അതായത് ഒരു നെഗറ്റിവിറ്റി കിടന്ന് കളിക്കുന്നുണ്ട് എപ്പോഴും ഈശോയുടെ ചുറ്റും. ഈശോ പിന്നീട് അവസാനം, ഈ 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്താണ് പറയുന്നത്, ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു ചെന്നു, തങ്ങൾ വിട്ടുപോകരുതെന്ന് അവർ അവനെ നിർബന്ധിച്ചു. അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാകും. ചിലവർ കൂടെ നിൽക്കും, ചിലവർ കൂടെ നിൽക്കില്ല. ചിലപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും, അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകില്ല. ഇത് ജീവിതത്തിൻ്റെ ഒരു അവസ്ഥ, ഏറ്റക്കുറച്ചിലുണ്ടാകും. ഈ ഏറ്റക്കുറച്ചിലുകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ദൈവബന്ധമാണ്. ദൈവത്തോടുള്ള ബന്ധമാണ് നമ്മളെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നത്. അതാണ് ഈശോയെ ശക്തിപ്പെടുത്തുന്നത്.
ഇവിടെ പലതവണ പറയുന്ന കാര്യമാണ്. അത് ഈശോ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവിൻ്റെ ശക്തിയിൽ നയിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന ചില വചനങ്ങൾ. ആത്മാവിൽ നിറഞ്ഞ് ജീവിച്ചു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നയിക്കപ്പെട്ടു. അങ്ങനെ ആ ഒരു സംഭവം എപ്പോഴും പ്രധാനപ്പെട്ട കാര്യം. പ്രാർത്ഥനയിൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സും എക്സ്റ്റേണൽ കോൺഫ്ലിക്ട്സും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, നെഗറ്റിവിറ്റി ഉണ്ടാകും. പക്ഷേ നമ്മളത് തരണം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ദൈവബന്ധമാണ്, ദൈവത്തോടുള്ള ബന്ധമാണ്. ഒരു വൈദികൻ എന്ന നിലയിൽ പോലും ഞാനും പകച്ചു പോയിട്ടുണ്ട്, ചില സങ്കടപ്പെട്ടു പോയിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഒരു വിജന സ്ഥലത്ത് 2 ദിവസം പോയി വെറുതെ അങ്ങനെ ഇരിക്കേണ്ടി വന്നു, ആരോടും മിണ്ടാതെ. 2 ഫോൺ കോളുകളാണ് എന്നെ ശക്തിപ്പെടുത്തിയത്. മടുപ്പ് തോന്നുന്ന അവസ്ഥകളുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് ദൈവത്തോടില്ല എങ്കിൽ നമ്മൾ തളർന്നു പോകും. അതുകൊണ്ട് ദൈവമേ നമ്മളെ സഹായിക്കാനുള്ളൂ, ദൈവം മാത്രമേ. അവിടെ നിന്ന് നമ്മൾ നിരന്തരം നയിക്കും. അത് യെശയ്യാ 58:11 അവിടെ നമ്മൾ നിരന്തരം നയിക്കും. അങ്ങനെ ദൈവം മാത്രമേ ഉള്ളൂ, ദൈവം മാത്രമേ സഹായിക്കാനുള്ളൂ. എന്നിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തോടുള്ള ബന്ധം ഇല്ല, നമ്മളത് പരിശോധിക്കണം. നമ്മളെല്ലാം വിട്ടുകളഞ്ഞു, എല്ലാം ലോകത്തിൻ്റെ കാര്യങ്ങളിലേക്ക് പലതും ചേർത്ത് വെച്ചു. കുറച്ചൊക്കെ ദൈവം, കുറേ ലോകം. അതാണ് ഇന്ന് ഈ ദൈവാരാധനയ്ക്ക് പങ്കെടുക്കുമ്പോൾ പോലും നിങ്ങൾ ദൈവ മകൾ എന്ന നിലയിൽ നിങ്ങൾ ദൈവാരാധന നടത്താത്തത്. മറിയം നമുക്ക് കാണിച്ചു തന്നത് ഇത് തന്നെയാണ്, ദൈവാരാധന നടത്തുക. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ് ഈശോയുടെ വരവും മരണവും. ഈശോയുടെ വരവിനെ മറിയം സ്വീകരിച്ചു, മരണത്തെ ആരാധിച്ചു കുരിശിൻ ചവിട്ടി നിന്നുകൊണ്ട്. കോൺസ്റ്റൻ്റാണ്, ഇതിൻ്റെ ഇടയിൽ ചാഞ്ചാട്ടമില്ല. ഇങ്ങനെ നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ. മറിയത്തോട് തന്നെ പറയും, സ്കാഫൊക്കെ ധരിച്ച് ദൈവാരാധനയിൽ പങ്കെടുക്കാൻ. നമ്മളൊരു വ്യത്യാസം കൽപ്പിക്കേണ്ട. ലോകത്തിൽ കടപ്പുറത്ത് പോകുന്നത് പോലെയോ സിനിമാ തിയേറ്ററിൽ പോകുന്നത് പോലെയോ കൂട്ടമായിട്ട് പുറത്തൊക്കെ ഇങ്ങനെ നടക്കുന്നത് പോലെയോ നടത്തേണ്ട കാര്യമാണോ ദൈവാരാധന? ദൈവമായിട്ടുള്ള ബന്ധം മറ്റു ബന്ധങ്ങളെപ്പോലെ കണക്കാക്കേണ്ട ഒന്നാണോ? ആരുപേക്ഷിച്ചാലും പെറ്റമുപേക്ഷിച്ചാലും ഞാൻ നിന്നെ തള്ളിക്കളയലെന്ന് പറയുന്ന ദൈവത്തോടുള്ള ബന്ധം അങ്ങനെ ഒരു പെരിഫറലായിട്ട് കൊണ്ടുപോകേണ്ടതാണോ? നിങ്ങൾ ആലോചിക്കുക. നമ്മുടെ ഫോർമേഷൻ ഇട്ട് കളഞ്ഞിട്ടുണ്ട് പലപ്പോഴും. വേറെ പലതും ലോകത്തിൻ്റെ ഫോർമേഷനിലൂടെയൊക്കെയാണ് നമ്മളെ കടത്തിവിട്ടിട്ടുള്ളത്. ദൈവത്തിൻ്റെ ഒരു കാത്തലിക് ക്രിസ്ത്യൻ ഫോർമേഷൻ, സാക്രമെൻ്റൽ ലൈഫ്, ബിബ്ലിക്കൽ ലൈഫ്, പ്രയർ ലൈഫ്, കൗദാശിക ജീവിതം, വചനാധിഷ്ഠിത ജീവിതം, പ്രാർത്ഥനാ ജീവിതം. ഇത് നമുക്ക് മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ഈശോയ്ക്ക് നേരിട്ട പ്രതിസന്ധി ഈശോ പിടിച്ചു നിന്നതുപോലെ ഈശോയ്ക്ക് പോലും പ്രതിസന്ധി ഉണ്ടായെങ്കിൽ വെറും മനുഷ്യരായ നമുക്ക് നേരിടുന്ന പ്രതിസന്ധികൾ പിടിച്ചു നിൽക്കാൻ ഈ ആത്മീയ ഫോർമേഷൻ നമ്മളെ സഹായിക്കട്ടെ. ജ്ഞാനത്തിലും പ്രായത്തിലും ഈശോയെ നീ വളർത്തി, വിനയത്തിലും വിശുദ്ധിയിലും ഈശോയെ നീ നടത്തി. അമ്മേ അമ്മേ നിൻ സുതനീശോയെ പോലെ എന്നെയും നന്മയിൽ വളർത്തേണമേ. നിൻ സ്നേഹ പാഠശാലയിൽ ഞാനും പഠിക്കട്ടെ അമ്മേ. നിൻ സുതനീശോയെ പഠിപ്പിച്ച പോലെ എന്നെയും പഠിപ്പിക്കണേ. സ്നേഹത്തിലും ഭക്തിയിലും ഈശോയെ നീ വളർത്തി, വിധേയത്വമേകി വിവേകമേകി ഈശോയെ നീ നടത്തി. അമ്മേ അമ്മേ നിൻ സുതനീശോയെ പോലെ എന്നെയും നന്മയിൽ വളർത്തേണമേ. നിൻ സ്നേഹ പാഠശാലയിൽ ഞാനും പഠിക്കട്ടെ അമ്മേ. നിൻ സുതനീശോയെ പഠിപ്പിച്ച പോലെ എന്നെയും
പഠിപ്പിക്കണേ. പരിശുദ്ധമ്മേ, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ഈശോയെ വളർത്തിയ പരിശുദ്ധമ്മേ, വിശ്വാസ പരിശീലനത്തിൽ ഞങ്ങളെയും പഠിപ്പിക്കണമേ, വളർത്തണമേ, വഴി നടത്തണമേ. ആമേൻ. അപ്പോഴും നീങ്ങുമി അൾത്താരയിൽ നൽകാം കർത്താവേ എങ്കനിതാ വരുന്നു. ആനന്ദത്തോടുല സ്വീകരിച്ചൻപോടി ആസേവതേക്കു തമ്പുരാണി. അപ്പോഴും നീങ്ങുമി അൾത്താരയിൽ നൽകാം കർത്താവേ എങ്കനിതാ വരുന്നു. ആനന്ദത്തോടിവ സ്വീകരിച്ചൻപോടി ആശീർവദിക്കൂ തമ്പുരാനേ. പ്രിയ സഹോദരന്, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവരുടെ തിരുസഭകളുടെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നീ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, മഹത്വപൂർണമായ കൈമാറ്റ സാക്ഷാത്കരിക്കുന്ന ഞങ്ങളുടെ കാഴ്ച വസ്തുക്കൾ അങ്ങ് സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങ് നൽകിയവ സമർപ്പിക്കുന്ന ഞങ്ങളെ അങ്ങേ തന്നെ സ്വീകരിക്കുവാൻ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായമന്ത്രി. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ ക്രിസ്തുവിൽ ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യം ജനതകളുടെ പ്രകാശമായി അങ്ങ് വെളിപ്പെടുത്തുകയും ഞങ്ങളുടെ മർത്യപ്രകൃതിയുടെ സത്തയിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടുത്തെ അമർത്യതയുടെ നവ്യമഹിമയാൽ ഞങ്ങളെ സമുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മതിയോ വീണ്ടലവോ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും ധന്യരുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന.
കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണങ്ങൾ പ്രഖ്യാപിക്കൂ. അങ്ങേ ഉയർപ്പ് ഞങ്ങളെ പറയൂ. ആഖയാൽ കർത്താവേ, അവിടുത്തെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശുമരണവും ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു.
ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, വിശ്വാസികൾ, പ്രേക്ഷിതർ, മിഷണറിമാർ ഉൾപ്പെട്ട സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യോസേപ്പ് പിതാവിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതരായ സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ വാഴണമേ. അന്ന് ഞങ്ങളുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങേയും ആത്മാവോടും കൂടി നിങ്ങൾ പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണേ എങ്ങളിൽ കനിയണമേയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണേ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണേ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ.
കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രമേ എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, പരിശുദ്ധമായ ഈ ദിവരഹസ്യങ്ങളുടെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതം നിരന്തരം ശക്തിപ്പെടാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.